ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകളാണ്. ഈ തെറ്റിദ്ധാരണകളാണ് ഇന്റലിജൻസ്, എത്തിക്സ്, മെറിറ്റിനൊക്കെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? അത് കണ്ടമാനം ബ്ലൈൻഡ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ബ്ലൈൻഡ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെറ്റിദ്ധാരണകൾ കൊണ്ട് പല വൾണറബിലിറ്റീസ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. മീൻസ് ആരും കാണാണ്ട് പോയ കുറെ കാര്യങ്ങളുണ്ട്. മീൻസ് വൾണറബിലിറ്റീസും ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും. മീൻസ് ഇത് അറിയുന്ന ആൾക്ക്, ഈ തെറ്റിദ്ധാരണ അറിയുന്ന ആൾക്ക്. എല്ലാവർക്കും ഈ തെറ്റിദ്ധാരണ ഇല്ല. ഭൂരിഭാഗം ആൾക്കാർക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഈ തെറ്റിദ്ധാരണകൾ ഭയങ്കര കോമൺ ആണ്, പക്ഷെ വളരെ ഡേഞ്ചറസ് ആണ്. മനസ്സിലായോ? ഈ തെറ്റിദ്ധാരണകൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്ന് ഇന്നലെയും പറയണ കാര്യമില്ല. കാലങ്ങളോളം പല ആൾക്കാരും തെറ്റിദ്ധാരണകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇറ്റാലിയൻ ഡയറക്ടർ വിക്ടോറിയോ ഡി സീക്ക, ആളുടെ സിനിമയിൽ ആൾ കാണിക്കണ്ടല്ലോ ബൈസിക്കിൾ തീവ്സിൽ അവസാനം ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ എന്നിട്ട് ആൾ കാണിക്കുന്ന ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ഫാമിലിനെ നോക്കാൻ വേണ്ടിയിട്ട് നടക്കണം. അതിന് ആൾക്ക് സൈക്കിള് വേണം. മനസ്സിലായോ? ന്യൂസ് പേപ്പർ കൊടുക്കാൻ. അപ്പൊ ആൾക്ക് സൈക്കിള് കിട്ടിയപ്പോ എന്താ പറ്റിയ, ആൾക്ക് ആകെയുള്ള സൈക്കിളല്ല, കാശൊക്കെ കൊടുത്തിട്ട് സൈക്കിള് വാങ്ങി. ഉള്ള കാശൊക്കെ കൊടുത്തിട്ട്. പക്ഷെ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ്, മീൻസ് സൈക്കിൾ കൊണ്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ആള് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരു കള്ളം വന്നിട്ട് സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഇയാൾക്ക് വേറെ മാർഗങ്ങളും ഇല്ല ജീവിക്കാൻ. വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈക്കിളാണ് ആകെയുള്ള സൈക്കിളാണ്. അപ്പൊ അയാൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളും സൈക്കിൾ കേൾക്കാൻ തുടങ്ങി. പക്ഷെ സമൂഹം ആളെ പിടിച്ചു അപ്പൊ തന്നെ. പക്ഷെ സമൂഹം മറ്റേ ആളെ പിടിച്ചില്ല, മറ്റേ കള്ളനെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഭയങ്കര അഡപ്റ്റ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ ആൾക്ക് ബ്ലെൻഡ് ചെയ്ത് പോകാൻ പറ്റും സമൂഹത്തിന്റെ ഉള്ളിൽ. അതുകൊണ്ട് അയാളെ പിടിച്ചില്ല. ഈ മാക്കിവെല്ലിയൻ സ്വഭാവം എന്ന് പറയുമ്പോൾ, മാക്കിവെല്ലിയൻ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് അലിഞ്ഞു തരാൻ പറ്റും. സമൂഹത്തിന് എന്താണ് ആവശ്യം അയാൾക്ക് കൊടുക്കാൻ പറ്റും. സമൂഹത്തിന്റെ ഇമേജിൽ നല്ല ഇമേജ് ആൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഏതൊരു ആക്ടിവിറ്റി ആൾ ഏറ്റെടുക്കുമ്പോൾ. അതുകൊണ്ട് ആളെ പിടിച്ചില്ല, ഇയാളെ പിടിച്ചു. അപ്പൊ ഇയാള് പെട്ടുപോയി. എന്നിട്ട് ഇയാളെ ഏറ്റവും മോശക്കാരനായ ഇയാളെ മോന്റെ മുന്നിൽ നിന്നിട്ടാണ് ഇയാളെ നാറ്റിക്കുന്നത് എല്ലാവരും കൂടി. പക്ഷെ മറ്റേ മനുഷ്യന്റെ കാര്യം ആൾക്കാർ കാണില്ല. കാരണം അവരുടെ മൈൻഡ് രജിസ്റ്റർ ചെയ്തിട്ട് കൂടിയില്ല. അവരെ സംബന്ധിച്ച ആള് നല്ലൊരു മനുഷ്യനാണെന്നാണ് ആയിരിക്കും ചിന്തിച്ചത്. സാധാരണ മനുഷ്യൻ സൈക്കിളിൽ ചവിട്ടി പോയ ഒരു മനുഷ്യനായിരിക്കും അവരൊക്കെ മനസ്സിൽ വന്നത്. പക്ഷെ ഇയാളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇയാള് സൊസൈറ്റിയുടെ ആ കള്ള ലക്ഷണത്തിന്റെ ഒരു ഇമേജാണ് ആള് ക്രിയേറ്റ് ചെയ്തത്. സൈക്കിൾ എടുക്കും, അയാൾ എക്സ്പീരിയൻസ് അല്ല. അപ്പൊ അയാള് വിട്ടുപോയി. മറ്റേ ആള് നല്ല രീതിയിൽ കണ്ണിങ്ങും ഒക്കെ ആയിട്ട് നല്ലൊരു ഡിസെപ്റ്റീവ് ആയിട്ട് അയാൾ കാര്യങ്ങൾ ചെയ്ത് ആള് പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി സമൂഹത്തിന്റെ ബ്ലൈൻഡ് സ്പോട്ട്. ആളുടെ കാര്യം നടത്തി. അത് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ വക ട്രേറ്റുകൾ പ്രവലന്റ് ആയിരിക്കുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനോഹരമായി ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും കുറച്ചും കൂടി മെച്ചപ്പെട്ട് പോകാൻ കൂടി. മനസ്സിലായോ? പക്ഷെ അന്ന് ഭയങ്കര എക്സ്ട്രീം സർക്കംസ്റ്റാൻസ് ആയിരുന്നു. അതുപോലെ ഇന്ന് മനസ്സിലാക്കണം, ഇന്ന് വ്യത്യാസമുണ്ട്. അന്നത്തെ ദാരിദ്ര്യമല്ല ഇന്ന് എക്കണോമിക് സക്സസിന് വേണ്ടിയിട്ടാണ് ഈ വക സ്വഭാവങ്ങൾ കൂടുതൽ കാണപ്പെടുക. സ്വഭാവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസെപ്ഷൻ, കണ്ണിങ്, അഡാപ്റ്റബിലിറ്റി, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഈ മോഡേൺ യുഗത്ത് ഈ വക പ്രശ്നങ്ങൾ, മീൻസ് ഈ വക ട്രേറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? മീൻസ് ഈ ഇന്റലിജൻസും മെറിറ്റും എത്തിക്സ് ഒക്കെ ഒരു മാസ്കിൽ നിർത്താൻ വേണ്ടിയിട്ടില്ലേ, മീൻസ് ഒരു ഇലൂഷൻ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ വക ട്രേറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. മനസ്സിലായോ? മാസ്കിൽ നിൽക്കാൻ. യഥാർത്ഥത്തിൽ അതൊന്നും ഇല്ല. അതൊന്നല്ല കാരണം. അതാണ് നമ്മളുടെ ഫേസ് വാല്യൂവിൽ നമ്മൾ പറയാം. മീൻസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതായിരിക്കും ട്രേറ്റ് എന്ന്. മീൻസ് മെറിറ്റും ഇന്റലിജൻസും എത്തിക്സും ആണ് സക്സസിലേക്ക് ലീഡ് ചെയ്യാന്നോ, അല്ലെങ്കിൽ ഒരു സാധനം ഒരു ഘട്ടം കടന്നു പോകണമെങ്കിൽ ഈ വക 3 ട്രേറ്റ് വേണമെന്നൊക്കെ. അത് ഒരു തോന്നലാണ് ബേസിക്കലി. ഇതിന്റെ പിന്നിൽ നടക്കുന്ന കുറെ ട്രേറ്റുകളുണ്ട് ഞാൻ പറയണത്, ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതും അതിന് ഇമ്പോർട്ടന്റ് ഉള്ള ട്രേറ്റുകളാണ്. മീൻസ് ഭയങ്കര റിസോഴ്സ് കാർസും, മീൻസ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ ട്രേറ്റുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. പക്ഷെ ഈ കാലഘട്ടത്തിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാഡറിൽ കയറി വരുമ്പോൾ നിങ്ങൾ മാക്യുലിയൻ സ്വഭാവം കാണിക്കേണ്ടി വരും. മീൻസ് ആദ്യകാലത്ത് നിങ്ങൾക്ക് റിസോഴ്സസ് കാസ് ആയിരിക്കുമല്ലോ. ഈ കാലഘട്ടത്തിൽ വരുന്ന ആൾക്കാരുടെ, ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ മുകളിലിരിക്കുന്ന ആൾക്കാർക്കും ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാവും. എന്തായാലും ചിരിച്ചും കണ്ടൊക്കെ നിൽക്കുന്ന സ്വഭാവങ്ങളില്ലേ എല്ലാവർക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാര്യം. ഈ ബയാസ് ഈ സമൂഹത്തിൽ കാണുന്ന ഈ തെറ്റിദ്ധാരണ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അൺകോൺഷ്യസ്ലി അവര് ആക്ട് ചെയ്യും. ബേസിക്കലി അങ്ങനെയാണ് ആക്ട് ചെയ്യാൻ കോൺഷ്യസ്ലി. അതാണ് നോമെന്ന് വെച്ചിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ റണ്ണിങ് ഒക്കെ അവർക്ക് ഓട്ടോമാറ്റിക്കലി. പക്ഷെ അവര് അറിയാതെ അവർ കാണുന്നുണ്ട്. പക്ഷെ ആ ഇന്റലിജൻസും മെറിറ്റും എന്നൊക്കെ പറയുന്ന പൊതുവെ ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് വാങ്ങുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും. സ്റ്റെപ്പിൽ പോവാന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിച്ചു വെച്ചേക്കും അല്ലെ. പക്ഷെ അങ്ങനെയാണോ? നമ്മൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഡീപ്പായിട്ട്. ഇത് ഞാൻ നല്ലൊരു കഥയായിട്ട് ഞാൻ പറഞ്ഞുതരാം. മീൻസ് നല്ലൊരു കഥയായിട്ട്. കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ബേസിക്കലി കുറച്ച് ആൾക്കാരുടെ, മീൻസ് അവരുടെ അനക്ഡോട്ടൽ എവിഡൻസ് അവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അത് കൂട്ടി വെച്ചിട്ടൊരു കഥയാക്കുന്നു. അത്രേ ഉള്ളൂ, ഒരു കഥയാക്കണം. അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. മീൻസ് ഒരു കഥയായിട്ട് തന്നെ എടുത്താൽ മതി.
അല്ലാണ്ട് വേറെ ഒന്നും എടുക്കണ്ട. പക്ഷെ എന്നാലും കഥയ്ക്ക് നല്ല പൊരുളുകളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ ഇത്രേ ഉള്ളൂ കഥ. പണ്ടൊരു കോളേജ് സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആള് എഴുതിയ എല്ലാ എക്സാമിനും തോറ്റു. ഭയങ്കര മോശം മാർക്ക്, ഗതികേടായിരുന്നു. മീൻസ് എവിടെ എത്താന്നും പോണില്ല. മീൻസ് ഒരു ദിവസം ഹിസ്റ്ററി ക്ലാസ്സിൽ ഹിസ്റ്ററി ടീച്ചറായിട്ട് അയാൾ സംസാരിച്ചിരിക്കുമ്പോ ഹിസ്റ്ററി ടീച്ചറിനെ വേണ്ടിയിട്ട് ഇയാൾ എവിടെ എത്താന്നും പോണില്ല. അപ്പൊ ടീച്ചർ ഒരു കഥ പറഞ്ഞു. പക്ഷെ അത് ഹിസ്റ്ററി ലെസൺ ആയിരുന്നില്ല, ഒരു മാർക്കറ്റിംഗ് ലെസൺ ആയിരുന്നു. ആള് പറഞ്ഞത് ഇത്രേ ഉള്ളൂ: നിങ്ങക്ക് ന്യൂട്രസ്യൂട്ടിക്കൽസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിന്റെ കാര്യം സെറ്റ് ആവും. ന്യൂട്രസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ: ആയുർവേദ ഫോമിൽ ആയുർവേദിക് മെഡിസിൻസ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമാറ്റിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ന്യൂട്രസ്യൂട്ടിക്കൽ. എന്ന് വെച്ചാൽ കൺവെൻഷണൽ വെസ്റ്റേൺ മെഡിസിൻ രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ന്യൂട്രസ്യൂട്ടിക്കൽ. ന്യൂട്രസ്യൂട്ടിക്കൽ എന്ന് മാത്രമേ ഉള്ളൂ: ആയുർവേദ മെഡിസിൻ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ ആയ രീതിയിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിന്റെ കാര്യം സെറ്റ് ആവുന്ന ആള് പറഞ്ഞു. ഇപ്പൊ കറന്റ്ലി ഈ മാർക്കറ്റ് എത്ര $300 to $500 billion മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. നല്ല വലിയ മാർക്കറ്റാണ്, കമ്പാരബിൾ ടു ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ്. ഈ സാധനം, ഈ ന്യൂട്രസ്യൂട്ടിക്കൽ മെഡിസിൻ അവർക്ക് നിങ്ങൾക്ക് അമേരിക്കയിൽ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയാവും. നിന്റെ കാര്യം നീ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാശും കിട്ടും. വളരെ ഏർലിയാണ് ആ സമയത്ത്. അപ്പൊ ഈ ഹിസ്റ്ററി ടീച്ചർ ചെക്കനോട് പറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയോ ഈ സാധനം വിറ്റ് പോകണം. ഈ സാധനം വിറ്റ് പോണത് ഇത്രേ ഉള്ളൂ: ഈ സാധനം വിറ്റ് പോണത് അമേരിക്കക്കാര് പൊട്ടന്മാരായതുകൊണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, അമേരിക്കക്കാര് പൊട്ടന്മാരാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറ്റാൻ എന്തും ചെയ്യും. ഇത് വിൽക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു ബാനറിലാണ്. മീൻസ് ക്യൂറിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നിങ്ങൾ മാറ്റിത്തരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് ആള് ചെയ്തത്. മീൻസ് ആള് പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി കുറയ്ക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബീസിറ്റി കുറയ്ക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി കൂട്ടണോ, മീൻസ് നിങ്ങൾക്ക് മാർക്ക് കുറവുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് മോശം വർക്കിംഗ് മെമ്മറി ആണോ നോക്കിയില്ലേ, അതൊന്നും വിഷയമല്ല. നീ ന്യൂട്രസ്യൂട്ടിക്കൽ എടുക്ക്. അപ്പൊ നിന്റെ ബുദ്ധി അങ്ങോട്ട് നന്നായി കയറും, നന്നായി കൂടും എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടാം. പിന്നെ ബാക്കിയൊക്കെ പ്ലാസിബോ എഫക്ട് വർക്ക് ചെയ്തോളും. നമുക്കറിയാം ചിലവർക്ക് ആൻസൈറ്റി കാരണം കൊണ്ടായിരിക്കും. അപ്പൊ ഒരു വിശ്വാസത്തിന് ഒരു ബില്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം കാരണം ആൻസൈറ്റി കുറഞ്ഞ് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയെന്ന് വരാം, ആർക്കും അറിയാം. അപ്പൊ ഇത് ആളോട് പറഞ്ഞപ്പോ ഈ ചെക്കൻ്റെ ഉള്ളിൽ ഒരു എപ്പിഫണി വന്നു. എപ്പിഫണി എന്ന് വെച്ചാൽ അയ്യോ ഇങ്ങനെ കാശുണ്ടാക്കാൻ പറ്റുമോ എന്നല്ലേ, ഇപ്പൊ നല്ലൊരു ഐഡിയ കിട്ടി. ഈ ചെക്കൻ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. നെറ്റിൽ എഴുതിക്കുന്നത് ഫാർമസിയിലാണ് ആൾ ഗ്രാജുവേറ്റ് ചെയ്തതെന്നൊക്കെയാണ്. എനിക്ക് എത്ര കണ്ട് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നമുക്കറിയില്ല കാര്യത്തിനൊന്നും. നമ്മൾ വിശ്വസിക്കാണ് അവരെന്താണ് നെറ്റിൽ എഴുതിയത്. നെറ്റില് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നെറ്റില് ഉള്ളത് യാഥാർത്ഥ്യമാണെന്ന് ഒരു നിർബന്ധമില്ല, മനസ്സിലായ. ഞാനത് കേട്ട് മനസ്സിലാക്കിയത് വെച്ച് യാതൊരു ബന്ധമില്ലാത്ത പോലെയാണ് നെറ്റിൽ എഴുതി വെച്ചിട്ട്. എന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളൊരു കള്ള സർട്ടിഫിക്കറ്റ് അടിക്കുകയെ എന്താ ചെയ്തത്. കള്ള സർട്ടിഫിക്കറ്റ് അടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു MBBS ഡോക്ടറിനാ. ചില ഫാർമസിക്ക് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുള്ളൂ. എന്തായാലും ഒരു അതോറിറ്റി ഫിഗർ ആവാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു. അപ്പോൾ ആൾക്കൊരു അതോറിറ്റി ഇത് കിട്ടി. അതോറിറ്റി ഫിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടി. കാരണം വെച്ചാൽ ഡോക്ടറിനോ അല്ലെങ്കിൽ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ സർട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പിടിപാടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ആൾക്കാർ കേൾക്കും, വില വയ്ക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ല എന്ന് നോക്കി ആൾക്കാർ വില വയ്ക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിചാരിക്കും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കേഷൻ ഇല്ല എന്നിട്ട് സംസാരിക്കണത് എന്ന് പറയും. ഇപ്പൊ നമ്മള് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. മീൻസ് അല്ലെങ്കിൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ പഠിക്കാണ്ടേ ഈ കളർ സർട്ടിഫിക്കറ്റ് അടിച്ചിട്ട് അത് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വില വയ്ക്കും. അതോറിറ്റി ഫിഗറായി, മനസ്സിലായി. നമ്മൾ പറയുന്നത് അവർ കേൾക്കും, മനസ്സിലായി. അതിനൊക്കെയാണ് നമ്മൾ ഡോക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കുന്നത്. റെസ്പെക്ട് ഉണ്ട് അതിന്, അപ്പൊ ക്രെഡിബിലിറ്റി ഉണ്ട്, അപ്പൊ ആൾക്കാർ ഇത് കേൾക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് ആള് ന്യൂട്രസ്യൂട്ടിക്കൽ ബിസിനസ്സിലേക്ക് ഇറങ്ങണത്, ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. എന്നിട്ട് ആ ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആൾ ന്യൂട്രസ്യൂട്ടിക്കൽ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ആള് US ആളെ എക്സ്പോർട്ട് ചെയ്യാണ് ആളുടെ ന്യൂട്രസ്യൂട്ടിക്കൽസ്. അത് എന്തൊരു സാഹചര്യം കാരണം, നല്ല അനുകൂലമായ സാഹചര്യം കാരണം ആൾക്ക് കണ്ടമാനം കാശുണ്ടാക്കാൻ പറ്റി. പിന്നെ കാലം കയറുമ്പോൾ ആൾക്ക് വലിയ വലിയ തുകയാണ്. മീൻസ് hundreds of millions of dollars ആണ് ആൾ ഉണ്ടാക്കിയത് ഇൻ റവന്യൂ. സെറ്റായി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പറയാനില്ല, ചോദ്യം ചെയ്യാനില്ല, അങ്ങനത്തെ റോഡ്. അപ്പൊ ആളുടെ ലൈഫ് ആൻഡ് ലക്ഷറി വെച്ചിട്ടുണ്ടെങ്കിൽ ആള് മറ്റേ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയില്ലെങ്കിൽ, മീൻസ് അല്ലെങ്കിൽ ആള് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയാൽ തന്നെ ആള് തെണ്ടി കിടക്കുകയാണെങ്കിൽ സമൂഹം പറയും അയ്യേ അവൻ തെണ്ടി കിടക്കാണ്, വെറുതെ ഒന്നിനും കൊള്ളാത്തതെന്ന് പറയും. മീൻസ് അവൻ പഠിച്ചിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയനെ. അവൻ നല്ല ഡിസിപ്ലിൻഡ് ആണെങ്കിൽ, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയനെ. അവരുടെ മോശം ഹാബിറ്റ്സ് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയനെ. അങ്ങനെ പല കാര്യങ്ങളും സമൂഹം പറയും, അത്രേ ഉള്ളൂ. സമൂഹത്തിന് എന്തും പറയാം, ഉള്ള കാര്യം പറയല്ല. പക്ഷെ സമൂഹം പൊതുവെ ഔട്ട്കം ബേസ്ഡ് ആണ്. ഔട്ട്കം ബേസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങള് ഗ്രീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഔട്ട്കം ബേസ്ഡ് ആണ് ഗ്രീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി, എന്റെ കാശ്
പോയ അവര് പറയും നീ ഗ്രീഡി ആയ കാരണമാണ്. കാശ് ഉണ്ടാക്കിയ അവര് പറയും പോവില്ല. മീൻസ് ഭയങ്കര സേഫ് ആയിട്ട് കാശ് ഉണ്ടാക്കുകയാണെങ്കിൽ അവര് പറയും നീ ഗ്രീഡി അല്ല, നീ ബുദ്ധിമാനാണ്, നീ കഴിവുള്ളവനാണ് എന്നൊക്കെ പറയും, നീ ഓപ്പർച്യൂണിസ്റ്റ് ആണ് എന്നൊക്കെ പറയും. പക്ഷെ നീ ഇതിന്റെ കാശ് പോകാനുള്ള സാധ്യത കൂടുതലാണെങ്കിലോ പോയാലോ അവര് പറയും നിനക്ക് വിവരമില്ല, നീ സ്കില്ലില്ല, നിനക്ക് ബുദ്ധിയില്ല എന്നൊക്കെ അവര് പറയും. ഔട്ട്കം ബേസ്ഡ് ആണ് അവരോട് പറയാ. അവര് പറയാ അവരുടെ വാലിഡേഷന് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ ഇതൊക്കെ ആയിരിക്കും കേൾക്കാം റിപ്ലൈ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഗ്രീഡ് ഔട്ട്കം ബേസ്ഡ് ആണ്. മനസ്സിലായി? അപ്പൊ സമൂഹം ഇയാൾ രക്ഷപ്പെട്ടു പോയ കാരണം പിന്നെ ആളൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യണം. അത് ഭയങ്കര സപ്പോർട്ട് കിട്ടിയിരുന്നു. സമൂഹത്തിന്റെ ഒരു നേച്ചറാണ്. മീൻസ് അതങ്ങനെയാണ്. മീൻസ് സമൂഹം എന്ന് പറഞ്ഞാൽ കളക്റ്റീവാണ്. കളക്റ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവണം നിർബന്ധമില്ല. ഒരു ഭൂരിപക്ഷം ആൾക്കാർ എന്ന് പറയാൻ നമുക്ക് ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ശരി, ഇയാള് കാശുകാരനായപ്പോ ആളുടെ ചരിത്രം തന്നെ മാറ്റി. ചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് മോശകരമായിട്ടും ഷെയിംലെസ്ലി ആണ് കാശുണ്ടാക്കിയ. പക്ഷെ കാശ് വെച്ച് ആളുടെ ഷെയിം മാറ്റം ചെയ്തോളൂ. ആൾക്കാര് അംഗീകരിക്കാനും തുടങ്ങിയ ആള്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, മെറിറ്റും എത്തിക്സ് ഒക്കെ ഇന്റലിജൻസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തില് നല്ല മാർക്കോടെ പാസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഡോക്ടർമാരൊക്കെ. അവർക്കൊന്നും ഇയാളുടെ അത്ര കാശുണ്ടാക്കാൻ പറ്റിയില്ല. ചിലവരൊക്കെ തെണ്ടി അടക്കണ്ടാവും. ബേസിക്കലി തെണ്ടി അടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അവരൊക്കെ ചിന്തിച്ചു പോയിണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അത്രയൊക്കെ എനിക്ക് ആവാൻ പറ്റിയില്ല, അയാൾ എന്ത് ബുദ്ധിമാനായിരിക്കും, എന്ത് എത്തിക്സ് ഉള്ള ആളായിരിക്കും എന്നൊക്കെ ആയിരിക്കും ആള് ചിന്തിക്കുക. കാരണം അയാൾ ഫിനാൻഷ്യൽ ട്രബിലാണ്. സമൂഹം പറയും കണ്ടുപിടിക്കുക, അവൻ ഫേക്ക് ആയിട്ടുള്ള പിൽസ് വിറ്റു അന്നെല്ലാവരും പറയാ. അവര് കണ്ടുപിടിക്കുക അവന്റെ ഫേക്ക് ആയിട്ടുള്ള പിൽസ് കണ്ട അതൊക്കെ അതൊക്കെ വിൽക്ക് എന്നാണ് ഇൻഡയറക്ട്ലി പറയുന്നത്. പക്ഷെ ഇവന് ഭയങ്കര വിഷമം. കാരണം അവന് പറ്റണല്ലേ, അവന് ആ സാഹചര്യം അനുകൂലിച്ചിട്ടില്ല. അപ്പൊ ഇവൻ വിൽക്കാൻ പോയ പെടുകയും ചെയ്യും. ഇവൻ വളരെ മോശകരമായ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അവൻ വിജയിക്കണ്ടോ, ചിന്തിക്കണ്ടോ, അവൻ എന്ത് ബുദ്ധിമാനാണ്, ഇത്ര എത്തിക്കലായിട്ടുള്ള മനുഷ്യനാണ്, ആയതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ എല്ലാം നല്ല ഗുണകരമായ ക്വാളിറ്റീസുകളും അവന് കൊടുക്കും. ഇവനാണെങ്കിലോ വിജയിക്കും, അയ്യോ ഞാൻ പൊട്ടനായി പോയി, അയ്യോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി പോയി, എനിക്ക് കഴിവില്ല എന്നൊക്കെ ആയിരിക്കും പറയാം. അവൻ സിറ്റുവേഷൻ നോക്കില്ല, അവൻ പഠിച്ചതിന്റെ ഇതൊന്നും നോക്കില്ല. പഠിച്ചതൊക്കെ പോട്ടെ, അത് പോയി, ഒരു കാലഘട്ടം വരെ ഉള്ളൂ പഠനത്തിന് വില. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശുണ്ടോ എന്ന് മാത്രമുള്ള ചോദ്യം. അപ്പൊ ആൾക്കാർ ചോദിച്ചു കാശുണ്ടോ, ഇല്ല, കാശില്ല. അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ലേ, കാശില്ലാത്തത് നീ കഴിവില്ല, നീ ഒന്നിനും കൊള്ളാത്തവനെ കൊണ്ടാണ്, നീ ചീത്ത മനസ്സിലായത് കൊണ്ട് നന്നായി പോയില്ല അതുകൊണ്ട് എന്നൊക്കെ പറയും. അതെന്തോലും പ്രതീക്ഷിച്ചോ അത് കേൾക്കുന്നു. ഇപ്പൊ ഒരാള് അയാളുടെ എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാളുടെ കണക്ഷനെതിരെയോ അയാളുടെ ഫേക്ക് സർട്ടിഫിക്കറ്റിനെതിരെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമൂഹം പറയും സ്റ്റോപ്പ് യുവർ അസംപ്ഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ലോജിക്ക് നോക്കില്ല നമ്മുടെ ആർഗ്യുമെന്റിന്റെ. അതിന് പകരം അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ മുകളിലേക്ക് തുടങ്ങും കളി. സ്റ്റോപ്പ് യുവർ അസംപ്ഷൻ. നിനക്ക് ടെക്നിക്കൽ ഫീൽഡിൽ ഒരു ബുദ്ധിയില്ല, നീ ഡോക്ടർ അല്ല, നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ബേസിക്കലി നിങ്ങൾ വലിയ ആൾക്കാരൊക്കെ പോയി മീൻസ് വലിയ ഫ്രോഡിലന്റ് ആയിട്ടുള്ള, ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല, ആ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ബേസിസിലാണ് വിൽക്കുന്നത്. ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല. ആയുർവേദ മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഉപകാരപ്രദമായിരുന്നു. ബേസിക്കലി പണ്ട് കാലത്ത് ഒരു കാലഘട്ടത്തില് ആയുർവേദ മരുന്നിനെ കൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കാലഘട്ടം മാറി. മോഡേൺ യുഗത്ത് മോഡേൺ മെഡിസിൻ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ആയുർവേദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ നല്ല ആയുർവേദം തരുന്നത്. ബേസിക്കലി നിങ്ങളുടെ വിചാരം പണ്ടത്തെ പോലത്താണ് ആയുർവേദ മെഡിസിൻ കിട്ടുന്നതാണ് വിചാരം. മീൻസ് അങ്ങനെയല്ല. പുതിയ ആയുർവേദമൊക്കെ ഫുൾ മാർക്കറ്റിംഗും ബിസിനസിന്റെ ബേസിസിലാണ് ഓടുന്നത്. കാശുണ്ടാക്കണം പെട്ടെന്ന്, അല്ലാണ്ട് വേറെ കിട്ടുന്നത്. എന്നിട്ട് ഫാർമക്കാർക്ക് വരെ കാശുണ്ടാക്കണമെന്നാണ് മുഖ്യം. അപ്പോഴാണ് ആയുർവേദക്കാർക്ക് അവർക്ക് ഒന്നുമില്ലായ്മ കൊടുത്തിട്ട് കാശുണ്ടാക്കണം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, കാശുണ്ടാക്കലാണ്, പ്രോഫിറ്റ് ആണല്ലോ. അപ്പൊ എന്തായാലും ശരി, ഇയാൾ രക്ഷപ്പെട്ടു പോയി, ഇയാളുടെ ഹിസ്റ്ററി റൈറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഗതികെട്ട് പഠിച്ച് മാർക്ക് വാങ്ങി തോറ്റവരുടെ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇയാളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. ഇയാള് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ സംഭവം പറയും ഒന്നിനും കൊള്ളാത്ത ബേർഡൻ റേപ്പിസ്റ്റ് എന്ന് വരെ പറഞ്ഞു പോകും. ക്രിമിനലാട്ടോ, റേപ്പിസ്റ്റ് ആണ്, അവിടെ റേപ്പിസ്റ്റ് ആണ് ട്രാ എന്ന് പറയും. മനസ്സിലായ? റേപ്പിസ്റ്റ് ആണെന്ന് പറയും. അത് കേൾക്കാണ്ടിരിക്കണമെങ്കിൽ കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. ഈ സമൂഹത്തിന്റെ എല്ലാ വൃത്തികേടുകളും ഓവർ സിംപ്ലിഫിക്കേഷൻ എന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി മിണ്ടാണ്ടിരിക്കുക. അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞ് എട്ട് ജീവിക്കേണ്ടി വരും. ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ പണിയെടുക്കേണ്ടി വരും. ഉള്ള കാര്യം പറയില്ല. പക്ഷെ ഇയാളുടെ കാര്യത്തില് ഇയാളെങ്ങനെ കാശുകാരനായി ഇയാൾ സുഖമായിട്ട് ജീവിക്കുന്നു. സുഖമായിട്ട് ജീവിച്ചില്ല എന്നുള്ള ചോദ്യം. ആളുടെ കാശുണ്ട്, അത്ര മനസ്സിലായ? ഇനിയൊന്നും പറയാനൊന്നുമില്ല. ആള് മരിച്ചുപോയി. ഇയാളുടെ പേരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂട്രസ്യൂട്ടിക്കൽസ്. അയാൾ ഫാദറായി ഇന്ത്യൻ ന്യൂട്രസ്യൂട്ടിക്കൽസ്. നിങ്ങള് MBBS ഒക്കെ പഠിച്ചിരുന്നു അവിടെ, മീൻസ് എല്ലാവരും പഠിച്ചിരുന്നു. കാശൊന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞ മതിയിൽ ആരൊന്നും വില വെക്കാനൊന്നും പോകില്ല. വില വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ വാലിഡേഷൻ ആവശ്യമില്ല. മനസ്സിലായി? ഈ ഓവർ സിംപ്ലിഫൈഡ് വാലിഡേഷൻ. പക്ഷെ നിങ്ങൾക്ക് അതിന് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മൂഞ്ചാൻ തയ്യാറായിപ്പോ.
പിന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. കണ്ട ഈ കഥ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ബേസിക്കലി എത്തിക്സ് ഉണ്ടായിട്ടാണ്. അല്ല, ആളെത്തിക്ക് അണ്ണത്തിക്കൽ രീതിയിൽ പോണ്. അണ്ണത്തിക്കൽ രീതി പോയ ആൾക്കാർ കുറച്ചും കൂടി നന്നായിട്ട് നീങ്ങിപ്പോയി എത്തിക്സിന്റെ പിന്നെ. അണ്ണത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, വെറുതെ നിയമം പെട്ടിക്കലൊന്നല്ല. മീൻസ് നിയമം വെറുതെ പോയി ആൾക്കാരെ പറ്റിക്കല. ആ കാലഘട്ടത്തിൽ അത്ര നിയമം റിജിറ്റൊന്നല്ല ഇന്ത്യയിലൊന്നും. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് നടക്കും. ഈ കാലഘട്ടത്തിൽ വ്യത്യാസം ഉണ്ട്. ഈ കാലത്ത് കുറച്ചും കൂടി റിജിറ്റാണ് നിയമങ്ങളൊക്കെ. കാലം മാറി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മീൻസ് ആരും ഉപദ്രവിക്കാത്ത രീതിയിലുള്ള പറ്റിക്കലാണ്. ഉപദ്രവിക്കാന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്, ഇഷ്ടമുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ്, അവർക്ക് എന്താ വേണ്ടത് അതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അവർക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നു. അതത്രേ ഉള്ളൂ. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കൊടുക്കണത് മുന്നേ മാജിക് പിൽസ് ആണ്. ന്യൂട്രീഷനും ഉണ്ട്, ന്യൂട്രീഷനിലായിട്ടും കൊടുക്കുന്നുണ്ട്. അതൊക്കെ എത്ര കണ്ട് സത്യമാണെന്ന് ആർക്കറിയാം. പക്ഷെ നമ്മള് മനസ്സിലാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കാര്യം മനസ്സിലാക്കി എം ചെയ്തിട്ടൊന്നും കാര്യമില്ല. സെറ്റായി പഠിക്കാണ്ടൊന്നും സെറ്റായി പഠിച്ചെന്നൊക്കെ എഴുതിണ്ടാവും അവരുടെ ടൈം ലൈനിലൊക്കെ. അതിപ്പോ എല്ലാവരും എഴുതുന്നുണ്ട്. എല്ലാവരും ഉറപ്പിച്ച് കാണിക്കുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഷൻ കിട്ടണ്ടേ. മീൻസ് ഈ കാലഘട്ടത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഘടകങ്ങളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം നടത്തണം, പെട്ടെന്ന് കാര്യം കിട്ടണം. സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ വാലിഡേഷൻ വേണം. അവർക്ക് സോഷ്യൽ വാലിഡേഷൻ നിർബന്ധമാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടില്ല. പിന്നെ ഒരു അതോറിറ്റി ഫിഗർ വേണം. സദ്ഗുരു ആരെങ്കിലും ശരി, നമുക്ക് ആരെങ്കിലും വേണം പറഞ്ഞുതരാം എങ്ങനെയാണ് ജീവിക്കാന്ന്. അത് ഇമ്പോർട്ടന്റ് ആണ്. പണ്ടത്തെ പോലല്ല ആരെങ്കിലും ഒരാള് നമ്മൾ അന്വേഷിച്ചിറക്കണം. ഒരു ഐഡലൈസേഷൻ ഇതൊക്കെയാണ് ഇവിടെ നടക്കണത്. പിന്നെ എത്തിക്സും മെറിറ്റും ഇതൊക്കെ പറഞ്ഞു കൂട്ടന്നെ. അവസാനം കാലഘട്ടത്തിൽ നമ്മൾ പറയും വിജയിച്ചു കഴിഞ്ഞാൽ എത്തിക്സ് ആണ്, മെറിറ്റാണ്, ഇന്റലിജൻസ് ആണെന്ന് പറയും. മനസ്സിലായി? ഞാൻ കൂടുതൽ എത്തിക്സ് ഉള്ളവനായത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, നല്ലവനായത് കൊണ്ടാണ്. കാരണം മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പവർ ഉണ്ടാവും റിയലൈറ്റ് ചെയ്യാൻ. ഫുള്ള് ഉണ്ടാവില്ല. അവന്റെ ജീവിതവും ചാൻസിന് വിട്ടു കൊടുക്കുക, എപ്പോൾ വേണമെങ്കിലും വീഴാം. മനസ്സിലായി? ഈ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കമ്പനികൾ. അവർ നല്ല രീതിയിൽ ടെക്നോളജിക്കലായിട്ടുള്ള പ്രോഗ്രസ്സുകളിൽ മീൻസ് സെർച്ച് എഞ്ചിനൊക്കെ കൊണ്ടുവന്നു. മീൻസ് അതിൽ ഉപകാരം ഉണ്ടാവില്ല. ഈ ന്യൂട്രസ്യൂട്ടിക്കൽസിന്റെ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവും, ഫീലിംഗ് കൊണ്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, വളരെ ഡിസപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് അവിടെ നിൽക്കുന്നത്. ഈ ന്യൂട്രസ്യൂട്ടിലൊക്കെ വളരെ ശാന്തമായ ഇൻഡസ്ട്രിയാണ്. ഇത്ര ഡിസപ്ഷൻ പറ്റില്ല. ഇപ്പൊ ഇവരൊക്കെ കുറെ കാലം നീങ്ങാണെങ്കിൽ ബേസിക്കലി ഇപ്പൊ ഈ കമ്പനികളൊക്കെ പൊളിഞ്ഞു പോപ്പെടാവുന്ന അവര് പറയും. ഈ ജനങ്ങളെ സംബന്ധിച്ച് ഇത് അടിപൊളിയാന്ന് പറയും ബേസിക്കലി. കാരണം വെച്ചാൽ അവന് കഴിവുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇത്ര ബില്യൺ ആയത്. ഇപ്പോൾ പൊളിഞ്ഞ് പൂജ ചെയ്യണമെങ്കിൽ പറയും അയ്യേ ഇവര് കഴിവില്ലാത്തത് കൊണ്ടാന്നൊക്കെ പറയും. അവർക്ക് അത്ര ബുദ്ധിയുള്ളൂ, ഔട്ട്കമാണ് അവർ നോക്കുള്ളൂ, എൻഡ് റിസൾട്ട്. അല്ലാണ്ട് അവര് മറ്റേത് നോക്കില്ല. ചാൻസ് ഇല്ല, നോക്കണവരുണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരൊക്കെ അത് ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ സ്വഭാവമാണ്. മനസ്സിലായത്? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, കണ്ണിങ്, ഡിസപ്ഷൻ, അഡാപ്റ്റബിലിറ്റി എന്നിവ ക്വാളിറ്റീസ് ആണോ സമൂഹത്തിന് ഏറ്റവും ഇഷ്ടം, ഏറ്റവും ആവശ്യം ബേസിക്കലി സമൂഹത്തിൽ നാവിഗേറ്റ് ചെയ്യുക എക്കണോമിക് സക്സസിന്? ശരിക്കും ഇതൊക്കെയാണോ സമൂഹത്തിന് കൂടുതൽ മൂല്യം, അല്ലാണ്ട് മെറിറ്റ് ആണോ? മനസ്സിലായോ? സംശയമാണ്. അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ചാൻസ്, കണ്ണിങ്, മീൻസ് ഡിസപ്ഷൻ, അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെയാണ് കൂടുതൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ചാൻസ് ആണ് ഏറ്റവും അൾട്ടിമേറ്റ് ഘടകം. ചാൻസ്, ഡിസപ്ഷൻ വേറെ നിർബന്ധമൊന്നും ഇല്ല. ഡിസപ്ഷൻ വരാൻ നോക്കുക. ഡിസപ്ഷൻ കുറച്ച് സബ്ജക്റ്റീവ് ആണ്. സമൂഹത്തിന് യോജ്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ സമൂഹത്തിന് ഇഷ്ടമാണ്. യോജ്യമായ ഒരു രീതിയിൽ നീങ്ങണമെങ്കിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിന് ഇഷ്ടമാണ്. അതൊരു ക്വാളിറ്റിയാണ്, കഴിവാണത്. പക്ഷെ എന്തായാലും ശരി, ചാൻസ് ഉണ്ട്. ചാൻസ് ആണോ എന്നുള്ള ചോദ്യം ഉണ്ട്. പിന്നെ വേറെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മെറിറ്റ് ആണോ, അല്ലെങ്കിൽ ചാൻസ് കൊണ്ട് രക്ഷപ്പെട്ടിട്ട് മെറിറ്റ് ആണെന്ന് പറഞ്ഞാൽ എഴുതി തീർക്കേണ്ടതാണോ എന്നുള്ള ചോദ്യം. എനിക്ക് കുറെ കഥകൾ അറിയാം ജീവിതത്തിൽ. എത്ര ഉണ്ടാവാന കഥകളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറിറ്റും എത്തിക്സും ഇന്റലിജൻസും ഒരു തേങ്ങയല്ല ബേസിക്കലി. പണ്ട് ആൾക്കാരൊക്കെ നാഷണൽ മെറിറ്റ് ഒക്കെ വാങ്ങി ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ അടിച്ച ആൾക്കാരുണ്ട്. അവരൊന്നും കാണില്ലല്ലോ. കാണുന്നതൊക്കെ വേറെ കുറെ ആൾക്കാരാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറിറ്റിന്റെ അടിസ്ഥാനമാണെങ്കിൽ അവർ നാഷണൽ മെറിറ്റ് കണ്ട പണ്ട് ആൾക്കാരുണ്ട്. പണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊന്നും അവിടെ എത്തിയിട്ടില്ല. മനസ്സിലായി? എത്തിയവരുടെ കഥ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ എത്താത്തവരുടെ കഥ നമ്മൾ ഒരിക്കലും പറയാറില്ല. മെറിറ്റിന്റെ കാര്യം പോട്ടെ, ഇന്റലിജൻസ്, അവർക്ക് ഇന്റലിജൻസ് ഉണ്ട്. ഇന്റലിജൻസ് വളരെ സബ്ജക്റ്റീവ് ആണ്. സമൂഹത്തിന്റെ ഔട്ട്കം ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടവന്റെ കാര്യം നോക്കിയിട്ടാണ് അവനെ പറയുള്ളൂ. ജയിച്ചവന് ജയി വിളിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. പണ്ടത്തെ ഒരു ചോദ്യം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാശുകാരനാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ പൊട്ടനായിരിക്കില്ലേ? മീൻസ് ഐൻസ്റ്റീൻ അത്ര കാശൊന്നും ഉണ്ടായില്ല. മീൻസ് ഐൻസ്റ്റീൻ അത്ര പൊട്ടനല്ലെങ്കിലും ഒരു പൊട്ടനായിരിക്കാം. കാശ് അടിസ്ഥാനപരമല്ല. ഐൻസ്റ്റീനാണ് എല്ലാവരും പറയുന്നത്. ഐൻസ്റ്റീൻ ആണോ എന്ന് പറയാണ്ടല്ലോ. പക്ഷെ ഐൻസ്റ്റീൻ ആണോ എന്ന് എല്ലാവരും പറയുന്നത്. അപ്പൊ അതല്ല സത്യാവസ്ഥ. സത്യാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത്യാവസ്ഥ എന്തിട്ടാണ്. കാശല്ല വിവരത്തിന്റെ ഇത് ഇൻഡിക്കേറ്റർ. പിന്നെ ഇന്റലിജൻസും എത്തിക്സും മെറിറ്റൊക്കെ ഒന്നുമില്ല. വെറുതെ ചാൻസിന്റെ ബേസിൽ രക്ഷപ്പെട്ട് പോയിട്ട് അവസാനം ആൾക്കാർ പറയും ഇന്റലിജൻസ് ആണ്, എത്തിക്സ് ആണ്, മെറിറ്റ് ആണ്. മനസ്സിലായോ? ഐൻസ്റ്റീന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ പോയ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഐൻസ്റ്റീന്റെ പോലത്തെ കഴിവുകൾ ശേഷിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവര് പോയ വഴി
ചിലപ്പോൾ മൂഞ്ച വഴിയായിരിക്കും. അതുകൊണ്ട് ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഐൻസ്റ്റീൻ പോയ പാതി അല്ല എല്ലാവരും പോണ പാതി. ഐൻസ്റ്റീൻ്റെ പോലത്തെ കഴിവുള്ള അല്ലെങ്കിൽ അതുപോലത്തെ കഴിവുള്ള ഒട്ടുമിക്ക ആൾക്കാരുണ്ടാവും. അവരൊക്കെ വേറെ പാതിയിലൊക്കെ പോയിട്ടുണ്ടാവും. അവര് വേറെ പാതിയിൽ പോയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. അത്രേ ഉള്ളൂ ജീവിതം. ആർക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഈ കഥയിൽ എടുത്ത് ഞാൻ ആരും മോശകരമായിട്ട് ചിത്രീകരിക്കുന്നല്ല. മീൻസ് ഇവിടെ മെറിറ്റും എത്തിക്സും ഇന്റലിജൻസ് ഒക്കെ വെറുതെ പറയുന്നതാ. പല ആൾക്കാരും പല രീതിയിൽ. ഇപ്പൊ പണ്ട് നമ്മളുടെ കേരളം എടുത്തു നോക്കുക, ഇന്ത്യയിലൊക്കെ കേരളം തന്നെ എടുത്തു നോക്കണം. എത്ര പെൺകുട്ടികളാണ് ഭയങ്കര മെറിറ്റൊക്കെ കിട്ടി മാർക്ക് വാങ്ങി കല്യാണം കഴിച്ച് പോകണം വീട്ടിലിരിക്കുന്നത്. കുറെ പെണ്ണുങ്ങളില്ലേ ഉണ്ട്, കുറെ പെണ്ണുങ്ങൾ ഇപ്പൊ ജോലിക്കൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം പെണ്ണുങ്ങളുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മാർക്ക് കൂടിയ ആൾക്കാർ ചിലപ്പോൾ പെണ്ണുങ്ങളായിരിക്കും. ആണുങ്ങൾക്ക് അതിന് മാർക്കുണ്ട്. ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ ഈ ആണുങ്ങളുടെ ഇടയിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ പോണ വഴിയില് അവര് ഭയങ്കര ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ പോണ വഴിയില് ഒരു കുറെ കാര്യങ്ങൾ ചെയ്ത് അവര് സക്സസ് ആയി. അവർ എത്ര കാശുണ്ടാക്കിണ്ടാവും നിങ്ങൾ ആലോചിച്ചു. ഈ പെണ്ണാണോ മെറിറ്റിൽ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഈ ആണാണോ? ആണ് മെറിറ്റിൽ പോയിട്ടും കൂടി ഇല്ല, ആളെ രക്ഷപ്പെട്ടു. ആ രീതിയിൽ കാശുണ്ടാക്കി. കാശിന്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവൻ തോറ്റവനൊക്കെ ആയിരിക്കും. ഈ പെണ്ണ് മെറിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും വീട്ടിലിരിക്കാൻ. മനസ്സിലായി. പിന്നെ ഭർത്താവ് കുറച്ച് മോശമായിട്ടുണ്ടെങ്കിൽ അടിപൊളി അടിയും കിട്ടി ജീവിച്ചോളാം. ഈ കാലഘട്ടത്തിൽ പറ്റില്ല എന്നുകൊണ്ട് പണ്ടൊക്കെ നല്ല അടിയും കൊടുത്ത് ഇരുത്താം. വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യമില്ലെങ്കിൽ. മീൻസ് ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ അന്ന് കാലത്തൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടാനും പിടിച്ചാനൊക്കെ പ്രശ്നമാണ്. അപ്പൊ വലിയ സീനൊന്നും ഇല്ല ഈ കാലഘട്ടത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറിറ്റും എത്തിക്സും ഒക്കെ സബ്ജക്റ്റീവ്. എത്തിക്സ് സബ്ജക്റ്റീവ് സാധനം. അതൊന്നും എത്തിക്സ് ബുദ്ധി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫ്രെയിം വർക്കിൽ ഒതുങ്ങിയ ഒരു സാധനമാണ്. അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അത് സൊസൈറ്റിയെ നിയന്ത്രിക്കുക. നിന്റെ ബുദ്ധി ഏതാണ് ഏതാണ് നിന്റെ മീൻസ് ബുദ്ധിയായിട്ട് ഞങ്ങൾ കണക്കാക്കാന്നൊക്കെ ഇല്ല. അത് അവര് നിന്റെ മേത്ത് ഇമ്പോസ് ചെയ്യും. സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത്. നിന്റെ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. സൊസൈറ്റിയുടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ അവര് പറഞ്ഞത് കേട്ട് ജീവിക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു അടിസ്ഥാനമല്ല. ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസും ഇതൊന്നും ഇല്ലാത്തവരുടെ കാശുകാരായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന കഥകളുണ്ട്. എത്ര വെറൈറ്റിയാണ് കഥകൾ ജീവിതത്തിൽ. എത്ര വെറൈറ്റി ആയിട്ടുള്ള ജീവിതങ്ങളാണ്. തോറ്റവൻ ലോകോടീശ്വരനാവുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. പഠിച്ചവൻ കഷ്ടപ്പെട്ട് ചോരയൊക്കെ മീൻസ് വേർത്ത് പഠിച്ചു എന്നിട്ട് മൂഞ്ചി തെറ്റി ചത്തു. അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട് ശരിക്കും. അവ ഇതൊരു വലിയ കാര്യം. കഥ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം വരെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കഥയല്ലേ, ഒരു കഥയായിട്ടുള്ള കണക്കാണ്. അവരുടെ ജീവിതം കഥയല്ല. മീൻസ് ഒരു കഥയായിട്ട് മാറ്റാൻ പറ്റില്ല. കഥ നമ്മളല്ലേ ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ച് എന്താ വലുതെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലൊക്കെ ആവാൻ ജീവിതം. മനസ്സിലായി. എങ്ങനെ വേണമെങ്കിലും പഠിച്ചു പിറ്റേ ദിവസം സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ ഉണ്ടാവും. അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. എത്തിക്സ് ഇന്റലിജൻസ് ഒക്കെ വെറുതെയാണ്. കുറേ ചാൻസിൽ വന്നു, ചാൻസിൽ കയറി, എന്നിട്ട് അത് റീറൈറ്റ് ചെയ്യും. ആർക്കും അറിയില്ല എന്താ പറ്റാന്ന്. ബേസിക്കലി അത് ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ല അടുത്ത നിമിഷം എന്താ പറ്റാന്ന്. വെറുതെ പറയണതാണ്. ഓക്കെ, അടുത്ത നിമിഷം എന്താ പറ്റാന്ന് ആർക്കും അറിയില്ല. പെറ്റി കഴിഞ്ഞിട്ടാണ് പറയുള്ളൂ. ഇപ്പൊ എക്സാം എഴുതുമ്പോൾ എല്ലാവരും മിണ്ടാണ്ടിരിക്കും. ഇവിടെ ചെറുപ്പത്തില് മീൻസ് അറിയണവർക്ക് അറിയാം. മീൻസ് ചെറുപ്പത്തില് നമ്മുടെ എക്സാം എഴുതുന്നതിനെക്കാട്ടും മുമ്പ്, റിസൾട്ട് കിട്ടുന്നതിനെക്കാട്ടും മുമ്പ്, എക്സാം റിസൾട്ട് കിട്ടുന്നതിനെക്കാട്ടും മുമ്പ് എല്ലാവരും നിശബ്ദതയിലായിരിക്കും ക്ലാസ്സിൽ. കാരണം കിട്ടി കഴിഞ്ഞിട്ടാണ് പറയുള്ളൂ. അതിന് വരെ 0 കിട്ടിയെന്നൊക്കെ ആയിരിക്കും പറയാം. എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മാർക്ക് കുറഞ്ഞാലോ എന്നുള്ളൊരു സൂപ്പർസ്റ്റിഷൻ ഉള്ളുണ്ട്. മീൻസ് പഠിച്ചിട്ടായിരിക്കും അവൻ എഴുതിയ ഫുൾ മാർക്കായിരിക്കും കിട്ടണത്. പക്ഷെ സൂപ്പർസ്റ്റിഷൻ അവൻ്റെ ഉള്ളിലുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയും 2 മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ 0 അടിച്ചാലോ എന്നുള്ള വായോർന്ന കള്ളം പറയും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അവന് ഫുൾ മാർക്കായിരിക്കും. മനസ്സിലായ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്. ഇനി മാർക്ക് വല്ലതും തോന്നിയ പോലെ പോയാലോ, മീൻസ് 0 അടിച്ചാലോ എങ്കിൽ ചിലപ്പോൾ അടിക്കാം. ആർക്കറിയാം, എന്ത് വേണമെങ്കിലും പറ്റാം. അപ്പൊ പിന്നെ വേറെ കേസ് ചെയ്യാലോ എന്നുള്ള പേടി ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കേസ് ചെയ്യും. അവന്റെ മാർക്ക് കൂടിയേ മാർക്കിന്റെ മീൻസ് അവൻ ഫുള്ള് മാർക്ക് എന്ന് പറഞ്ഞാൽ അവൻ പണ്ടാണെങ്കിൽ പോട്ടെ എന്നല്ലേ അങ്ങനെ എന്തെങ്കിലും പറയുന്നത്. അപ്പം 0 കിട്ടി കഴിഞ്ഞാൽ കയ്യില് കാര്യം ഇതൊക്കെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ അവർക്ക് അറിയില്ല എന്താ പറ്റാൻ പോകണം. കിട്ടി കഴിഞ്ഞാൽ പറയാം ഓക്കെ ഞാൻ കണ്ടില്ല, ഞാൻ എടുക്കാനാന്ന് പറയാം. പക്ഷെ കിട്ടണ ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല. അവരെ മിണ്ടാണ്ടിരിക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ള ഈ വീഡിയോയില് അവസാനം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരീസ് ഓഫ് ചാൻസ് ബേസ്ഡ് ഇവന്റ്സ് ആണോ അല്ലെങ്കിൽ ശരിക്കും മെറിറ്റ് ആണോ? മീൻസ് ചാൻസ് ബേസ്ഡ് ഇവന്റ്സ് കടന്നു പോയിട്ട് കഴിഞ്ഞിട്ട് ഒരു മെറിറ്റ് ആയെന്ന് പറഞ്ഞ് വരുത്തി തീർക്കലാണോ അല്ലെങ്കിൽ വെറും മെറിറ്റ് ആണോ എന്നുള്ള ചോദ്യം ഉണ്ട്. എന്തായാലും അത് നിങ്ങളോടുള്ള ചോദ്യമാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.